ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മോര് കറിയാണേ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മോര് കറിയാണ്. അതിന് നമുക്ക് തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് പോലും വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ്. ഇതിന് കുറച്ച് പുളിയുള്ള തൈരാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും കട്ട തൈരാണെങ്കിൽ കുറച്ച് കൂടുതലുള്ള ഒഴിച്ചോളാം, പക്ഷേ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ശരിക്കും കട്ടയാണെങ്കിൽ തൈര് കട്ടയായിട്ടിരുന്നെങ്കിൽ നമുക്ക് 1 കപ്പ് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചും അടിച്ചെടുക്കാം. ഓക്കെ, അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇതുപോലത്തെ കറികൾക്ക് ടേസ്റ്റ്. ഓയിലൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പോട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടി പോണ്ട. ഒന്ന് ചൂടാക്കിയിട്ടിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. കണ്ടോ, ചെറിയൊരു പീസ് ഇഞ്ചി. അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി. രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചോണം. ഇതിപ്പോൾ ശരിക്കും വഴറ്റേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഇനിയും ചേരുവകൾ ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. അതുകൊണ്ട് കുറേ അങ്ങ് വഴറ്റണ്ട. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 5-6 ചെറിയ ഉള്ളി കട്ട് വെച്ചിട്ടുണ്ട്. ആ ചെറിയ ഉള്ളി ഒന്ന് നല്ലപോലെ വഴഞ്ഞെടുത്തിട്ട്. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. കുറേ വെജിറ്റബിൾസ് ഒന്നുമില്ല, പിന്നെ സമയവും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കാനായിട്ട് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയുടെ നിറം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൽ ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതിപ്പോൾ ഇടേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഇടുകയാണെങ്കിൽ ആ മുളകൊന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. ഒരു 1/2 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കാം. ഈ മുളക് ഒന്ന് ചൂടാകട്ടെ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് രണ്ടിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ചൂടാകട്ടെ. ഈ പൊടികളുടെ പച്ചമണം മാറിയാൽ മാത്രം മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മോര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണേ. അപ്പം നമുക്കിനി ഇതിൽ ഞാൻ കലക്കി വെച്ചിരുന്ന മോര് അതിൽ ചേർത്തു. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ നമ്മുടെ മോര് പിരിഞ്ഞു പോകും. അപ്പം ഞാൻ 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇത് ചേർത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചേർത്ത ഈ പച്ചമുളക് വാടിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതിൽ ഇറങ്ങിക്കിട്ടും. അപ്പോൾ അതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഒരു കാര്യം നമ്മളിത് ചേർത്തിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ഉപ്പ് പൊടി
ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിക്കോണേ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള മോര് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് നമ്മൾ സമയമൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ പറ്റിയ ഒരു കറിയാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ കുറച്ച് പുളിച്ച തൈരാണ് ഇതിനെടുക്കേണ്ടത്, എങ്കിലേ ആ കറി നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. തീരെ പുളിക്കാത്തതാണെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനല്ലേ, അപ്പോൾ അതിനൊരു കറിക്കൊരു ഉറപ്പ് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.